വന്യമൃഗശല്യം തടയുവാൻ പുഞ്ചവയൽ പാക്കാനം ഇഞ്ചിക്കുഴി വനാതിർത്തിയിൽ നിർമ്മിച്ച കിടങ്ങുകൾ പ്രദേശവാസികൾക്ക് വൻ ദുരന്ത ഭീഷണിയാകുന്നു. ഒരു വർഷം മുമ്പ് നിർമ്മിച്ച 1.5 കിലോമീറ്റർ നീളവും 5 ആൾ താഴ്ചയുമുള്ള കിടങ്ങിൽ വൻതോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കിടങ്ങ് കടന്നു പോകുന്ന ഭാഗങ്ങളിലായി 40-ലധികം കുടുംബങ്ങൾ ജീവിക്കുന്നത് കടുത്ത ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കിടങ്ങ് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയുണ്ടായി. ഇതോടെ അപകട ഭീതിയിലായ ചില കുടുംബങ്ങൾ വീടുകൾ പൂട്ടി ബന്ധുവീടുകളിലേക്ക് അഭയം തേടിയിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് മഴ പെയ്തപ്പോഴത്തേനെ കിടങ്ങ് നിറച്ച് വെള്ളമായി, നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഇതിലെ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് മാറി. മിനിഞ്ഞാന്ന് പോയിട്ട് മോളുടെ അടുക്ക പോയി താമസിച്ചു. ഇന്നലെ രാവിലെ വന്നു. ഇന്നലെ വൈകുന്നേരത്തിന് വന്നിട്ട് ഇന്നലെ വൈകിട്ട് പിന്നെയും പോയിട്ട് ഇന്ന് രാവിലെ വന്നത്. വനമേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളവും കിടങ്ങിനുള്ളിലെ ശക്തമായ നീരുറവുകളും ചേരുമ്പോൾ പല ഭാഗങ്ങളിലും കിടങ്ങ് കവിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് വെള്ളം ഒഴുകുകയാണ്. ആനക്കിടങ്ങുകളുടെ ബലക്ഷയമുള്ള ഭാഗങ്ങൾ തകർന്ന് പെട്ടെന്ന് വെള്ളം പുറത്തേക്ക് തള്ളിയാൽ മഴവെള്ളപ്പാച്ചിലിന് തുല്യമായ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. ഭീതിയിലായ പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ വനംവകുപ്പുമായി ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥരെത്തി ഹോസ് മാർഗം വെള്ളം പുറത്തേക്ക് കളയുവാൻ നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥാപിച്ച ചെറിയ ഹോസുകളിലൂടെ നിസ്സാര അളവിൽ മാത്രമാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. വലിയ ഹോസുകൾ ഉപയോഗിച്ച് അടിഞ്ഞുകൂടിയ വെള്ളം താഴ്വാരത്തെ തോട്ടിലേക്ക് പെട്ടെന്ന് ഒഴുക്കിവിട്ടാൽ മാത്രമേ താൽക്കാലിക ആശ്വാസമെങ്കിലും ലഭിക്കൂ എന്ന് മുൻ വാർഡ് മെമ്പർ പറയുന്നു. ഇത് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ 7-ാം വാർഡ് പാക്കാനം ഇഞ്ചക്കുഴി മേഖലയിലാണ് ഈ വൻ ദുരന്തത്തിനുള്ള വളരെയേറെ സാധ്യത കാണുന്നത്. ഈ കിടങ്ങ് എടുത്തതും പ്രകാരം ഇവിടെ മലവെള്ളം വന്ന് ഈ കിടങ്ങിൽ അടിഞ്ഞുകൂടിയതിനാൽ 1.5 കിലോമീറ്റർ 40-ൽ പരം വീടുകളിൽ നിന്ന് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് നിലനിൽക്കുന്നത്. അതും പ്രകാരം ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോൾ തന്നെ MLA അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടുകയും ഞങ്ങൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും DFO ഒക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ശേഷം ഈ വെള്ളം ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അതീവ തീവ്രമായിട്ടുള്ള പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വെള്ളം ഈ തൊട്ടപ്പുറത്ത് അത് ഉരുൾ പൊട്ടി ഒരു വീടിന്റെ കുറച്ച് ഭാഗവും എല്ലാം പോയിട്ടുണ്ട്. ഇത് 40-ൽ പരം വീടുകളാണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളത്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ ട്രെഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്നത്. യാതൊരു സെക്യൂരിറ്റിയും ഇല്ല. ഈ മണ്ണും കല്ലും മാത്രം തടഞ്ഞു നിൽക്കുകയാണ്. ഈ വെള്ളം എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയാൽ ആ പ്രദേശങ്ങൾ മുഴുവൻ തീരാൻ സാധ്യതയുള്ളതിനാൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. MLA ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സജീവമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇട്ടേക്കുന്ന 1 ഇഞ്ച് പൈപ്പ് കൂടെയാണ് ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പോകാനായിട്ട് ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഇത് മാറ്റി വലിയ പൈപ്പ് ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടീം ഇവിടെ സന്നിധനായിട്ടുണ്ട്. കിടങ്ങ് കുഴിച്ച ഭാഗത്തെ കല്ലും മണ്ണുമാണ് കിടങ്ങിന്റെ വശങ്ങളിൽ താങ്ങായി ഇട്ടിരിക്കുന്നത്. കിടങ്ങിന്റെ വശങ്ങളിൽ ബലക്ഷയം സംഭവിച്ച് ഒലിച്ചുപോയാൽ താഴേക്കുള്ള 40-ലധികം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും വൻ നഷ്ടമുണ്ടാകും. വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ കിടങ്ങ് ഇപ്പോഴും വളരെ ഭീഷണിയിലാണ്. കാരണം ഞങ്ങളുടെ വാരിയാട്ട് കോളനി മുതൽ ഇഞ്ചക്കുഴി വരെയാണ് ഈ കിടങ്ങിന്റെ ദൈർഘ്യം. ഇതിപ്പോൾ മഴവെള്ളം നിറഞ്ഞിട്ട് ഒരു ഭീഷണിയിലാണ്. താഴെ 10-40-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ്. ഇതിനിപ്പം ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇതിനടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് ഒരു കുഴക്കിണറിന് വെക്കുന്ന അത്രയും വലിപ്പത്തിലുള്ള പൈപ്പ് ഫിക്സ്ഡ് ആയിട്ട് ഈ വെള്ളം ഒഴുകി താഴത്തെ തോട്ടിലെത്തുന്ന രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഭീഷണിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. മറ്റു മൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ചെയ്ത ഗുണമാണ് ഇപ്പോൾ അത് ഭയങ്കര ദോഷമായിട്ട് ഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ MLA വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഈ പൈപ്പ് പോരാ, വണ്ണമുള്ള പൈപ്പ് തന്നെയായിട്ട് വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനം സർക്കാരിൽ നിന്ന് ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ അതിഭീകരമാണ്. ഇവിടെ ഒരു 40 പരം കുടുംബങ്ങൾ താമസമുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായ ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി ഉണ്ടാക്കി തരുമാറാം. ശക്തമായ മഴ സാന്നിധ്യമുള്ള മേഖലയാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ താൽക്കാലിക ആശ്വാസ നടപടികൾക്ക് മുതിരാതെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കിടങ്ങിലെ വെള്ളം സുരക്ഷിതമായും പൂർണ്ണമായും ഒഴുക്കിക്കളയാനും പ്രദേശം ദുരന്തമുക്തമാക്കുവാനും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.